ഇന്നത്തെ വിഷയം ഭൂഗോളവർണ്ണനയുടെ ഗൂഢരഹസ്യം എന്നാണ്. വെറുതെ വേണ്ടാത്ത രഹസ്യങ്ങളിലേക്കൊന്നും പോകണ്ട എന്ന് വെച്ചാൽ പോയേ പറ്റൂ എന്നുള്ള മട്ടാണ് ഇവിടെ. ഇതിലൊരു രഹസ്യം ഉണ്ട് എന്ന് ഉറപ്പ് തന്നെ. ഇങ്ങനെ വരാൻ വയ്യ. എന്നാ പിന്നെ ആ രഹസ്യം എന്താണ്? ഇവിടെയാണ് 12ാം സ്കന്ധത്തില് പറഞ്ഞൊരു ശ്ലോകം വളരെ വളരെ അർത്ഥവത്തായി തീരുന്നത്. അത് മിനിഞ്ഞാന്നോ ഇവിടുന്ന് ചൊല്ലുന്നത് കേട്ടു. അതേതായാലും ഒന്നുകൂടി ആവർത്തിക്കട്ടെ. കഥാ ഇമാസ്തേ കഥിത. ഇതാ കുറെ കഥകൾ ഞാൻ പറഞ്ഞു. മഹീയസാം ഗംഭീരന്മാരായ ആളുകളുടെ കഥകൾ ഭാഗവതത്തിൽ പറയാണ്. കഥ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയാ പറയുന്നത്. 12ാം സ്കന്ധത്തിലാണ് പറയുന്നത്. വിതായ ലോകേഷു യശഃ പരേയുഷാം. ലോകത്തിൽ യശസ് പരത്തി മൺമറഞ്ഞു പോയ ആളുകൾ, അത്തരം മഹാന്മാരുടെ കഥകൾ ഇതാ കുറെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു എന്ന് പറയാണ്. ആര് പറയുന്നത്? ശ്രീശുകനാണ്. ലവ്യാസനാണെന്ന് പറയാം, എങ്ങനെയാണെന്ന് സൗകര്യം പോലെ ചെയ്യാം. ശ്രീശുകനാണ് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നു. കഥകളും വർണ്ണനകളും ഭാഗവതത്തിലുണ്ട്. വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ. ഈ പറഞ്ഞ കഥകളും ഈ വർണ്ണനകളും ഒക്കെ ഉണ്ടല്ലോ, അത് അപ്പടി നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല. അതിനൊരു ഉദ്ദേശമുണ്ട്. ഉദ്ദേശം നിങ്ങളുടെ വിജ്ഞാനം വർദ്ധിപ്പിക്കലാണ്. വിജ്ഞാനം മാത്രമല്ല, നിങ്ങളുടെ വൈരാഗ്യം വർദ്ധിപ്പിക്കലും, സുഖലോലുപത അല്പം ഒന്ന് കുറയ്ക്കാൻ, വൈരാഗ്യം വർദ്ധിപ്പിക്കാൻ, എന്നിട്ട് കൂടുതൽ ഈശ്വരനിലേക്ക് അടുക്കാൻ, അതിനുള്ള വഴി പറഞ്ഞിരിക്കുകയാണ് ഈ കഥകളൊക്കെ. വചോ വിഭൂതി. ഇതാ ഈ കഥ ഇങ്ങനെയുള്ള വർണ്ണനകളും ഇങ്ങനെയുള്ള കഥകളൊക്കെ ഉണ്ടല്ലോ, വചോ വിഭൂതിയാണ്. വചസ് കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു കൂമ്പാരമാണത്. വാക്കുകളെ കൊണ്ട് കെട്ടിപ്പടുത്തതാ. നമ്മളെ ചാക്യാരൊക്കെ പറയുന്നില്ലേ, ചെറിയൊരു കാര്യം അതിനെ കെട്ടിപ്പടുത്ത് ആ മാതിരി എന്നർത്ഥം. ആ മാതിരി എത്ര മോശമായിട്ടല്ല പറഞ്ഞത്, ആശയം മനസ്സിലാക്കാൻ വേണ്ടി. അങ്ങനെ വാക്കുകൊണ്ട് കെട്ടിപ്പടുത്തുണ്ടാക്കിയ സംഗതികളാണ്. വചോ വിഭൂതിർന്ന തു പാരമാർത്ഥ്യം. അത് പരമാർത്ഥം അല്ല കേട്ടോ. ഇപ്പൊ നമുക്ക് വ്യാസനോട് തിരിച്ചു ചോദിക്കണ്ട, പറഞ്ഞത് ഇങ്ങോട്ട് തന്നെ. ഇത് നിങ്ങൾ ഇത്തോതിലെടുക്കണ്ട കേട്ടോ, ഈ പറഞ്ഞ മാതിരി ഒന്നും എടുക്കണ്ട എന്ന് വ്യാസൻ തന്നെ നമ്മളോട് പറഞ്ഞു. ശുഗൻ പറഞ്ഞു, ഒരു വാക്ക് നോക്കി അസത്യം വന്നു വീഴും ഒരിക്കലുമില്ല. അസത്യം ആവരുത്. ചിലരിക്കൊക്കെ ഇങ്ങനെ ഓരോന്ന് വന്നിട്ടുണ്ട്. അത് സാമാന്യ ജനങ്ങൾ, ബുദ്ധിയുള്ള ജനങ്ങൾ ഇതൊന്നും അങ്ങനെ വേണ്ടത് എടുത്തോളും. പക്ഷെ സാമാന്യ ജനങ്ങൾ അത് വായിച്ചിട്ട് തെറ്റിദ്ധരിച്ച് കുഴപ്പം ആവരുതെന്ന് ശുഗന് തന്നെ തോന്നി. എന്നിട്ട് മുഴുവൻ കഴിഞ്ഞ് ഏതാണ്ട് അവസാന ഘട്ടത്തിൽ പറയുകയാണ്, ഇതാ ഇങ്ങനെ ചില കഥയൊക്കെ ചില വർണ്ണനയൊക്കെ കാണാൻ കേട്ടോ. അത് വചോ വിഭൂതിയാണ്. വാക്കുകളെ കൊണ്ടുള്ളൊരു കളി, കുറച്ചൊരു കളി കളിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കാതെ തിരിഞ്ഞു മറിഞ്ഞു നിന്നാൽ ഇങ്ങോട്ട് ആകർഷിക്കണ്ടേ, അതിനുവേണ്ടി ചിലതൊക്കെ ചെയ്തിട്ടുണ്ട്. അത് പരമാർത്ഥമായിട്ട് എടുക്കണ്ട എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അപ്പൊ അങ്ങോട്ട് കുറ്റപ്പെടുത്താനില്ല അതില്. പിന്നെ എന്തേ ഉള്ളൂ വെച്ചാൽ, എന്നാ പിന്നെ എന്താ ഉദ്ദേശം? വിജ്ഞാന വൈരാഗ്യ വിവക്ഷയ. ഒന്നുകിൽ വൈരാഗ്യം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതാവും, അല്ലെങ്കിൽ വിജ്ഞാനം ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെ രണ്ടും ഉണ്ടാക്കാൻ. പിന്നെ മോക്ഷത്തിലേക്ക് പോകാനും. ആ വിവക്ഷ, ആ പറയാനുള്ള ആഗ്രഹം വെച്ചിട്ട്, പറഞ്ഞതിന് ഇന്ന അർത്ഥം ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം വെച്ചിട്ട് പറഞ്ഞതാണ് ഇതൊക്കെ, ഈ വാക്കുകൾ, വചോ വിഭൂതികൾ. അപ്പൊ പിന്നെ എന്നാ പിന്നെ ഇവിടെ നമുക്ക് നിർത്താൻ വയ്ക്കുമോ? ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ട്. ഇതിന്റെ പിന്നില് വിവക്ഷ എന്തായിരുന്നു?
പറയാൻ ഉദ്ദേശിച്ചത് എന്താണ്? പറഞ്ഞത് മേധ വാക്കുകൾ, അതിൽ ഉള്ളുകൂടി ഉദ്ദേശിച്ചത് എന്താണ്? ആ ഉദ്ദേശം അല്ലാണ്ട് ഒന്നും ഭാഗവതത്തിലില്ല. വെറുതെ യാതൊരു വസ്തുവും ഭാഗവതത്തിൽ പറഞ്ഞതിൽ ഒരു കാര്യമില്ലാണ്ട് ഒന്നുമില്ല. പക്ഷെ പറഞ്ഞത് അപ്പടി ആവില്ല, അതിനൊരു സൂചനാർത്ഥം ഉണ്ടാവും. അത് കൂടെ അത് വായിക്കുന്നവർക്ക് അത് മനസ്സിലായി വരും. അവരൊന്നും തെറ്റിദ്ധരിക്കില്ല. അല്ലാത്തവർ തെറ്റിദ്ധരിക്കാതിരിക്കാൻ ഇവിടെ വാണിംഗ് തന്നിട്ടുണ്ട്. എന്നതോ പാരമാർത്ഥ്യം. ഇമാതിരി ഓരോരോ പരിപാടി എന്തിനാണ് ഈ ചിത്രങ്ങൾ കെട്ടിപ്പടുക്കുന്നത്, കാർട്ടൂൺ ചിത്രങ്ങൾ വരയ്ക്കുന്നത്? അതിനും ഉത്തരവുണ്ട്. എന്തിന് ഭൂഗോളം ഇമാതിരി ഒരു വർണ്ണനയും കൊടുത്തു? കാര്യം പറഞ്ഞാൽ പോരെ? അത് ശുഗനോട് പരീക്ഷിത്ത് അങ്ങോട്ട് ആവശ്യപ്പെടുന്നുണ്ട്. എന്താ ആവശ്യപ്പെടുന്നത്? കാര്യം പറഞ്ഞ് ആവശ്യപ്പെടുന്നുണ്ട്. ഭഗവതോ ഗുണമയേ സ്ഥൂല രൂപേ ആവേശിതം മനഃ. ഭഗവാന്റെ ഗുണമയമായ സ്ഥൂല രൂപത്തിൽ, അതായത് ഈ പ്രപഞ്ചം നമ്മൾ കണ്ണുകൊണ്ടും അനുഭവിക്കുന്ന ലോകം, അത് സ്ഥൂല രൂപം. മനസ്സ് അതിലേക്ക് വെക്കണ്ട, കണ്ണുകൊണ്ട് കാണുന്ന എടുക്കുക, സ്ഥൂല രൂപമാണ്. അതിൽ മനസ്സ് ആവേശിച്ചാൽ ഭഗവതോ ഗുണമയേ സ്ഥൂലരൂപേ ആവേശിതം മനഃ ഹി അഗുണേപി. ഗുണമയമായ ഭഗവാന്റെ ഗുണത്തിൽ നിന്ന്, ഗുണം എന്ന് പറഞ്ഞാൽ വളരെ വലിയ അർത്ഥമുണ്ട്, ശാസ്ത്രീയമായിട്ട് ഞാൻ വിവരിക്കുന്നില്ല, സമയം പോകും. അങ്ങനെയുള്ള ഗുണമയമായ ഈ ബാഹ്യ രംഗം, അതില് മനസ്സ് ചെന്നാൽ, അതാണ് ഇപ്പൊ ചെന്നത്. ഇപ്പൊ ഇതുവരെയായിട്ട് ഇവിടെ ഈ ദ്വീപവർണ്ണനയിൽ ചെന്നത് അങ്ങനെയാണ്. അഗുണേപി, ഇമാതിരി ഗുണങ്ങളൊന്നും അല്ലാത്ത അഗുണമായ, അതായത് ഭഗവാൻ ഇങ്ങനെ ഒരു ജാലവിദ്യ കാണിക്കുന്ന ആ ജാലവിദ്യന്റെ ഫലമല്ല, ആ ജാലവിദ്യ കാണിക്കാത്ത അവസരത്തിലുള്ള മാതിരിയിൽ ആ ഗുണേപിയെ ഗുണമൊന്നും എടുത്ത് പുറത്തേക്ക് വരുത്തിയിട്ടില്ല. അഗുണേപി സൂക്ഷ്മതമ ആത്മജ്യോതിഷി. അഗുണനായി നിന്നാൽ സൂക്ഷ്മമായിട്ട് ആത്മജ്യോതിസായി ഭഗവാൻ. ആത്മജ്യോതിഷി ക്ഷമം, കുറച്ച് വിട്ടിട്ടുണ്ട്, ക്ഷമം ആവേശിതം. അതില് നമുക്ക് നമ്മുടെ മനസ്സിനെ ആവേശിപ്പിക്കാനായി സാധിക്കും. തദുഹ വൈ, അതങ്ങനെ സാധിക്കുന്നത് കൊണ്ട് തദ്ഗുരോ, അല്ലയോ ശുകദേവ, അർഹസ്യനുവർണ്ണയിതും, അങ്ങ് എനിക്കിത് വർണ്ണിച്ചു തരണം. ഏത് ബാഹ്യമായ രൂപം വർണ്ണിച്ചു തരണം. എന്തിന്? അത് വർണ്ണിച്ചു തന്നാൽ അത് പുറം കാഴ്ചയായിട്ട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചയിലേക്കൊന്ന് ആണ്ടിറങ്ങി പോയാൽ പോരാ മതിയല്ലോ. അത് ഞാൻ ചെയ്തോളാം. അപ്പൊ ഈ പുറം കാഴ്ച വർണ്ണിച്ചതിന് ഉള്ളിലേക്ക് പോവാൻ അവിടെ ആവശ്യപ്പെടുന്നുണ്ട്. ഇവിടെ തന്നെ ഈ പരീക്ഷിത്ത് തന്നെ ശുഗനോട് ആവശ്യപ്പെട്ടു. എന്നാ ശരി, എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് ശുഗന് വർണ്ണനയും കൊടുത്തു. ഇനി ആ വർണ്ണനയുടെ ഉള്ളിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലാൻ കുറച്ച് സമയം വേണം, പക്ഷെ മെല്ലെ നോക്കുക. അങ്ങനെ നോക്കുന്ന അവസരത്തിലേ ആകെ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ കുറച്ചുകൂടി സൂക്ഷിച്ചു പോരണം എന്നുള്ള മട്ടെത്തിയിട്ടുണ്ട്. നേരത്തെ വായിച്ചർത്ഥം പറഞ്ഞ്, ഞാൻ തന്നെ ഇവിടുന്ന് അർത്ഥം പറഞ്ഞ്, അതിനൊക്കെ അത് തന്നെ അല്ലായിരിക്കുമോ അർത്ഥം? സംശയിക്കണം. നോക്കാം. ഈ പ്രിയംവ്രതനാണല്ലോ ഇതൊക്കെ ചെയ്തതും മറ്റുമൊക്കെ. അദ്ദേഹത്തിന്റെ സ്ഥിതി ഒന്ന് അപഗ്രഥിച്ചാൽ നമുക്ക് ഇതിന്റെ ശരിയായുള്ള അർത്ഥത്തിലേക്ക് ഒരു പോക്ക് കിട്ടും എന്നാ തോന്നുന്നത് വിചാരിക്കണം. പ്രിയംവ്രതൻ എങ്ങനത്തെയുള്ള ആളാണ് എന്നാലേ അതിന്റെ മുഴുവൻ മനസ്സിലാവുള്ളൂ. ഒരു കാര്യം കിട്ടിയാൽ നല്ലവണ്ണം അപഗ്രഥിച്ച് അതിന്റെ ന്യായാന്യായങ്ങളെ ചർച്ച ചെയ്ത് അതിന്റെ തത്വത്തിലെത്തണം.
അപ്പൊ പ്രിയവ്രതന്റെ മനോനില എന്തായിരുന്നു, പറഞ്ഞ വാക്കിന് എന്തൊക്കെ അർത്ഥം എന്നൊക്കെ ചിന്തിക്കാനുള്ള സമയമായി പോയി അവിടെ. നോക്കുക, ഭഗവതി വാസുദേവ ഏവ അവ്യവധാന സമാധിയോഗേന സമാവേശിത സകലകാരക ക്രിയാരു കലാപ. അങ്ങനെയുള്ള ഭഗവാൻ വാസുദേവനിൽ തന്നെ ധ്യാനിച്ച് തൻ്റെ ക്രിയാകലാപങ്ങൾ, അതായത് തൻ്റെ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ചെയ്യുന്നതായ സകല പ്രവൃത്തികളും ഒക്കെ പിൻവലിച്ച് പ്രത്യാഹരിച്ച് ഭഗവാനിൽ തന്നെ മനസ്സ് വയ്ക്കാൻ ശ്രമിച്ച് ഏറെക്കുറെ വിജയിച്ച ഒരാളാണ്. അങ്ങനെ ഭഗവത് ഉപാസന ചെയ്ത് കുറെ അങ്ങ് എത്തിയിട്ടുള്ള ആളാണ് ഈ പ്രിയവ്രതൻ. ഇനി ഭഗവത് ഉപാസനോപചിത അതിപുരുഷ പ്രഭാവ, നേരത്തെ പറഞ്ഞു ഈ ഉപാസന കൊണ്ട് അതിപുരുഷ പ്രഭാവം കിട്ടിയിട്ടുള്ള ആളുമാണ്. ഉപാസന ചെയ്താലേ ധ്യാനം ഒരു വഴിയാണ്, പിന്നെ സമാധിയിലെത്തി ഒരു വഴിയാണ്. നേരിട്ട് പ്രത്യക്ഷാക്കാനായിട്ട് ഇനി താമസിക്കാൻ വയ്യ, ഒരു രാജപാത അവിടെ വെട്ടി തുറന്ന് അതിൽ കൂടിയൊക്കെ മുന്നോട്ട് നീങ്ങി ഭഗവത് പ്രത്യക്ഷം സാധ്യമായാൽ അതൊരു വഴി. അതല്ല, ഉപാസന ഏകാദശി വന്നാൽ നോൽക്കുക, 30 തിങ്കളാഴ്ചയോ എന്താച്ചൊക്കെ അനുഷ്ഠിക്കുക, അമ്പലത്തിൽ പോവുക, പ്രദക്ഷിണം വയ്ക്കുക, കഥ കേൾക്കുക, ഇങ്ങനെ ഉപാസിക്കുക നാനാവിധമായിട്ട്, ശ്രവണം, കീർത്തനം, വിഷ്ണു എന്നുള്ളതൊക്കെ. അങ്ങനെ ഉപാസിക്കുന്ന ഒരാൾക്ക് ഭഗവാനിലേക്ക് കൂടുതൽ കൂടുതൽ അടുപ്പം വന്നു ചേരും. പക്ഷെ അതേ സമയത്ത് ഭഗവാന്റെ പൂർണ്ണത ലഭിക്കാൻ കുറച്ച് കാത്തിരിക്കേണ്ടി വരും. ഭഗവത് അനുഭവത്തിന്റെ പൂർണ്ണതയിലെത്താൻ കുറച്ച് കാത്തിരിക്കാൻ തന്നെ വേണ്ടി വരും. കുറച്ചു കാലം അയാൾക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ പോകണം. ഭഗവത് ഉപാസനോപചിത പ്രഭാവനാണ് ഈ പ്രിയവ്രതൻ. അത്രയേ ആയിട്ടുള്ളൂ. അങ്ങനെയുള്ള ആള് എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഈ ഭഗവാൻ ആദിത്യോ വസുധാതലം അർദ്ധേനൈവ പ്രതിപത്യർദ്ധേന അവച്ഛാദയതി. കുറെ പകലുണ്ടാക്കി, അവിടെ പിന്നെ രാത്രി ഉണ്ടാക്കി, പിന്നെ പകലുണ്ടാക്കി, രാത്രി ഉണ്ടാക്കി. ഈ രാത്രി പോകണം എന്നാണ് നേരത്തെ പറഞ്ഞ അർത്ഥം. ലേശം വ്യത്യാസം ഉണ്ടാകുമോ? ഈ അർത്ഥത്തിന് ഇപ്പൊ ചിന്തിക്കാൻ വൈകിയിരിക്കുന്നു. വ്യത്യാസമുണ്ട്. അങ്ങനെയല്ല അതിന്റെ അർത്ഥം എടുക്കേണ്ടത്. നോക്കിയോളൂ, ഭഗവത്ഗീതയിൽ പറയുന്നത് യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേ. ഭൂതങ്ങളൊക്കെ നമ്മളൊക്കെ തന്നെ. യസ്യാം ജാഗ്രതി, ഇപ്പോൾ നമുക്കൊക്കെ ജാഗ്രത അവസ്ഥയാണ്, ഉണർന്നിരിക്കുക. ഇത് ശുഗൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇത് നിശയാണ്, രാത്രിയാണ്. സാധാരണ ഭൂതങ്ങളൊക്കെ ഏതൊരവസരത്തിൽ ജാഗ്രതായിരിക്കുന്നുവോ ആ ജാഗ്രത അവസ്ഥ യഥാർത്ഥ ജാഗ്രത അവസ്ഥയൊന്നും അല്ല. സാ നിശ, അത് രാത്രിയാണ്. പശ്യതോ മുനേഹേ, കാണുന്ന ഒരു മുനി, യഥാർത്ഥ കാഴ്ച കാണുന്ന ഒരു മുനി ഉണ്ടെങ്കിൽ അയാൾക്കിത് രാത്രിയാണ് കേട്ടോ. നമ്മൾ ഉണർന്നിരിക്കുന്നു എന്ന് വീമ്പിളക്കുക, ഉണർന്നിട്ടൊന്നുമില്ല. നമ്മളിപ്പോഴും നിശയിലാണ്. യാ നിശ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി. നമുക്ക് സ്ഥിരം നിശയായിട്ടൊരു സ്ഥലമുണ്ട്, നമ്മൾ ഇതുവരെ പ്രവേശിച്ചില്ല. അവിടെയാണ് സംയമി ജാഗർത്തി, ഉണർന്നിരിക്കുന്നത്. ശുഗനൊക്കെ ഒരിക്കലും മങ്ങാത്തതായ എപ്പോഴും ഉണർന്നിരിക്കുന്നൊരവസ്ഥയുണ്ട്. ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു നിശയാണ്. അപ്പൊ നമ്മൾ നിശയല്ല, ജാഗ്രത ആണെന്ന് പറയുന്നത്. ശുഗന് ഇത് നിശയാണ്. കാരണം ഇത് മഹാമോശമായുള്ള സംഗതിയാണ്. അത് ഭഗവത്ഗീതയിൽ വ്യക്തമായിട്ട് അങ്ങ് പറഞ്ഞിട്ടുണ്ട്. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശ പശ്യതോ മുനി. അപ്പോ
ഈ പ്രിയംവ്രതൻ ഇങ്ങനെ കുറെ ഉപാസനയൊക്കെ ചെയ്ത് ചിലപ്പോൾ ഭഗവാനെ ഒന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാവാം, ചിലപ്പോൾ ഒരു മിന്നലാട്ടം കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അദ്ദേഹത്തിന് സ്വഭാവങ്ങളൊക്കെ മേന്മയിൽ വളരെ മേലെ ഇരിക്കുന്നു. നല്ല ഉപാസകൻ, നല്ല ഭക്തൻ. അദ്ദേഹത്തിന് അധികം പകലൊക്കെ നല്ലോണം ഉണ്ട്. ചിലപ്പോൾ രാത്രി ഉണ്ടാവില്ലേ, ഭഗവാന്റെ എപ്പോഴും പ്രത്യക്ഷം കിട്ടുന്നൊന്നും ഉണ്ടാവില്ല. അദ്ദേഹത്തിന് ചെറിയൊരു നിശ ഉണ്ട്. അദ്ദേഹം ആഗ്രഹിച്ചെന്താ, ആ നിശ ഇല്ലാണ്ടാക്കണം എന്നാ. രജനീമപി ദിനം കരിഷ്യാമി, ഒരിക്കലും തമസില്ലാത്ത ഒരു ലോകത്തിലെത്തണം എന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അല്ലാതെ പുറമെ നമ്മൾ അനുഭവിക്കുന്ന രാത്രിയും പകലും തമ്മിലുള്ള കളി കളിക്കാനല്ല. രജനീമപി ദിനം കരിഷ്യാമി നേരത്തെ വിചാരിച്ച അർത്ഥമല്ല, അതിൽ കൂടുതൽ ആഴത്തിലെടുക്കണ അർത്ഥം. ഒരിക്കലും നിശയില്ലാത്തതായ ഒരു ഉണർവിലേക്ക് പോകാൻ. എന്നാൽ രജനിയെ ദിനാക്കി തീർത്തല്ലോ. അതാണ് അവിടെ അർത്ഥം എടുക്കേണ്ടത് എന്ന് തോന്നുന്നില്ലേ? ആദിത്യൻ സദാഭാതി, എപ്പോഴും ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിരന്തരം ഒരു ഇടതടവില്ല. ഇന്നും നാളെ ഉണ്ട് മാത്രമല്ല, ഇന്നൊരു അരനിമിഷം പോലും ഒഴിവില്ല. സദാഭാതി നിരന്തരം ഉദയാസ്തമയോ, ആ ചിദാദിത്യൻ ഉദിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല. ഉദയാസ്തമയോ നസ്തഹ, ഇത് രണ്ടും ഇല്ല കേട്ടോ. കഥം സന്ധ്യാമുപാസ്മഹേ, ഞാനെങ്ങനെയാ സന്ധ്യ, എന്ത് സന്ധ്യാവന്ദനം? സന്ധ്യ ഉണ്ടെങ്കിലല്ലേ സന്ധ്യാവന്ദനം. ഈ ചിദാദിത്യൻ സദാ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. നട്ടുച്ചയാണ് ആദിത്യന്റെ. അപ്പൊ രാവിലത്തെ ഊക്കിഴിക്കല് വേണോ അവിടെ, വൈകുന്നേരത്തെ ഊക്കിഴിക്കല് എങ്ങനെ സാധിക്കും? അറിയണ്ടേ? അസ്തമിക്കാറായി എന്ന് അറിഞ്ഞാൽ അത് സേവാരം കഴിക്കാം. അത് ഞാൻ അറിയുന്നില്ല. എപ്പോഴും ഭഗവത് ചൈതന്യം ജാജ്വല്യമാനമായിരിക്കുകയാണ് ഉള്ളില്. ഞാനെങ്ങനെയാ എന്ത് സന്ധ്യാവരം എങ്ങോട്ടാ എപ്പോഴാ കഴിക്കേണ്ടത്? ഈ കഴിക്കുകയാണെന്ന് വെച്ചാൽ ആർക്ക് വേണ്ടിയാ കഴിക്കുന്നത്? അവസാനം കഴിച്ചതൊക്കെ ഫലം എത്തുന്ന സാള് മുമ്പിൽ ഇങ്ങനെ ഏത് സമയത്തും പോവാതെ നിൽക്കുന്നുണ്ട്. പിന്നെന്ത് ചെയ്യണം എന്ന സമാധാനം കൊടുത്തു. അദ്ദേഹത്തിന് ഉദയോ അസ്തമയോ ഉണ്ടായിരുന്നില്ല. രജനിയെ വിജയിച്ച് പരിപൂർണമായി ദിവസമാക്കി ചെയ്ത ആളാണ് അദ്ദേഹം. ആ സമയത്ത് അമ്പയായിരുന്നില്ല. രജനീമപി ദിനം കരിഷ്യാമി എന്ന് പ്രിയവ്രതൻ ആഗ്രഹിച്ചത് ഇതാവില്ലേ? ഭഗവത് ഉപാസനോപചിത, ഉപാസന ശരി, എത്രയൊക്കെ നമ്മളിവിടെ പഴയ ആൾക്കാരെ ഉപാസിക്കുന്നത്, ഇവർക്കൊക്കെ രജനിയില്ലാത്ത രാത്രി ഇതൊന്നും കിട്ടിയിട്ടില്ല. നമ്മളെ പൂന്താനം നല്ല ഉപാസന ചെയ്തു, അദ്ദേഹത്തിന് രജനി ഇല്ലാത്തവരതൊന്നും കിട്ടിയില്ല. ചില സമയത്തൊക്കെ നല്ലൊരു ഇത് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഉപാസനയിൽ കൂടി പോയാൽ ഒരു പക്ഷേ ഇത്രയൊക്കെ അതിന്റെ അതിർത്തി എത്തുള്ളൂ, അതിന്റെ വളരെ അങ്ങോട്ട് എത്തും. അപ്പൊ രജനീയമപി ദിനം കരിഷ്യാമി എന്ന് ഇദ്ദേഹം വിചാരിച്ചത് എപ്പോഴും ഈ ചിദാദിത്യൻ ഉജ്ജ്വലമായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വേണം എന്നാണ്. ആ അവസ്ഥ അത് തന്നെയാണ് വാസ്തവത്തിൽ ഇതിന്റെ അർത്ഥം പറയേണ്ടത്. ഇതിന്റെ ഗൂഢരഹസ്യം, ഇനി ഗൂഢരഹസ്യത്തിലേക്ക് മെല്ലെ അതിന്റെ ഉദ്ദേശപരമായിട്ട് നമ്മൾ കടന്നിട്ടേ ഉള്ളൂ. അതിന്റെ ഡീറ്റെയിൽസ് ഇത് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് പരിപൂർണമായിട്ട് അർത്ഥം വരുന്ന രീതിയിലാണ് അതിന്റെ ബാക്കി വിവരണം. പക്ഷെ അതൊക്കെ വിവരിക്കാൻ മാത്രം ഇപ്പൊ ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് വ്യസനിക്കുന്നു. ഏതായാലും ഒരു കാര്യം മനസ്സിലായല്ലോ. ഇനി ചുരുക്കി വിവരിച്ചാൽ എന്താവും എന്നും കൂടി ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് വിസ്തരിക്കാമായിരുന്നു കുറച്ചുകൂടി സമയമുണ്ടെങ്കിൽ. ചുരുങ്ങിയതൊരു 15 മണിക്കൂർ വേണ്ടി വരും. അങ്ങനെ വേണമെങ്കിൽ അതൊന്നും ഇപ്പൊ സമയമില്ല. അതുകൊണ്ട് ഇത്
ചില സൂചനകൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുക. സപ്തകൃത്വസ്തരണിമ അനുപര്യാക്രാമത്. 7 തവണയാണ് ഭൂമിയെ ചുറ്റിയുള്ളത്. 7 തവണ ചുറ്റി. വിചാരിക്കണേ, നേരത്തെ പറഞ്ഞ രാത്രിയും പകലൊന്നും അല്ല ഇവിടെ. ഇവിടെ ഈ ഈശ്വര തത്വം സ്ഥിരമായിട്ട് തെളിയുക എന്നുള്ള തത്വമാണ്. അതിന് ഭൂമിയുടെ പുറത്തുകൂടിയുള്ള യാത്രയല്ല, നമ്മുടെ തന്നെ ഉള്ളിൽ കൂടിയുള്ള മാനസികമായ ഒരു യാത്രയാണ് അവിടെ വേണ്ടത്. അത് 7 തവണ ചുറ്റി എന്ന് പറയുമ്പോൾ ഈ ധ്യാനമാർഗത്തില് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം 7 ചക്രങ്ങളുണ്ട്. നല്ലൊരു എല്ലും കൂടി വെച്ചിട്ട് തീയ വളരെയധികം വിലപ്പെട്ടതായതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ സഹസ്രാരം കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ആജ്ഞാചക്രം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നട്ടല്ലിങ്ങനെ പോയിട്ട് നട്ടലിനുള്ളിൽ കൂടി സുഷുമ്നാനാഡി വെച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും അടിയിലാണ്, അതിന്റെ നട്ടലിന്റെ ഉള്ളിലാണ്. ഒന്നും പറ്റരുത് ഇതിനൊന്നും, അത്ര വില പിടിച്ചതാ. മൂലാധാരം വെച്ചിട്ടുണ്ട് നന്നേ അടിയിൽ. പിന്നെ സ്വാധിഷ്ഠാനം, മണിപൂരം, അനാഹതം ഇവിടെ വരും. അങ്ങനെ ഇത് ഈ 7ആണിത്. ഈ 7ൽ കൂടിയാണ് ഇയാൾ പോയത്. അല്ലാതെ 7 തവണ പോയത് ഈ 7 തവണ ഇതിൽ കൂടിയാണ്. എന്നിട്ട് ഇതിലിങ്ങനെ പോയി സമാധി എത്തുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് രജനി ഇല്ല. പിന്നെ അപ്പൊ ഈ 7 ഈ ഭൂഗോള വർണ്ണന ഉണ്ടല്ലോ, അത് ഭൂഗോള വർണ്ണനയല്ല, ശരീരവർണ്ണനയാണ്. ശരീരത്തിന്റെ അന്തർഭാഗത്തിന്റെ വർണ്ണനയാണ്, മനസ്സിന്റെ വർണ്ണനയും കൂട്ടിച്ചേർത്തതാണ്. അത് ഇനിയും അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ സമയം തീരെയില്ല. അതുകൊണ്ട് ഇത്രയും ഉള്ള ശ്രദ്ധയോട് കൂടിയിട്ട് കേട്ടതിന് എല്ലാവരോടും പ്രത്യേകിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.